അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലോക്ക് ഫിഗറിൽ നിന്ന് എങ്ങനെ ഫ്ലഷ് ഫിഗർ കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എംബ്രോയിഡറിയിലെ ബേസിക് ആയിട്ടുള്ള 2 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ബേസിക് ആയിട്ടുള്ള 2 സ്റ്റിച്ചസ് ആണെന്ന് പഠിക്കുന്നത് എന്നുള്ളത്. നമ്മളിന്ന് പഠിക്കുന്നത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ചും ആണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലത്തേക്ക് തന്നെയാണ് നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ചും ചെയ്യുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മാജിക് ചെയിൻ സ്റ്റിച്ചാണ് ഇത്തിരി ഒരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ഔട്ട്ലൈനിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും മാജിക് ചെയിൻ സ്റ്റിച്ചും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി എടുക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ഫാബ്രിക് വേണം. നമ്മൾ ലൈൻ വരച്ചിട്ടാണല്ലോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഫാബ്രിക് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് വേണം. പിന്നെ നമുക്ക് ലൈൻ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്കെയിലും പെൻസിലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളായിട്ടുള്ള നമ്മുടെ ത്രെഡ് വേണം, എംബ്രോയ്ഡറി ത്രെഡ്. അതുപോലെ നമ്മുടെ നീഡിലും വേണം. നീഡിൽ നമ്മൾ നോർമലി എടുക്കുന്ന ആ ഒരു നീഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 6th സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, ചെയിൻ സ്റ്റിച്ച് നമുക്കൊന്ന് ലൈന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് മാജിക് ചെയിൻ സ്റ്റിച്ച് ആണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈൻ കൂടി ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മാജിക് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലൈനും ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫാബ്രിക് നമ്മുടെ ഈ ഒരു ഹൂപ്പിലോട്ട് വെക്കാം. ഹൂപ്പിലോട്ട് വെക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരുപാട് ടൈറ്റും ആക്കാറില്ല, ഒരുപാട് ലൂസും ആക്കാറില്ല അല്ലേ. നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും എടുത്തു പറയാത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീഡിൽ ത്രെഡ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ത്രെഡാണ് കേട്ടോ. ഈ ഒരു ത്രെഡ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിത് 3 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്ട്രാൻഡ്സ് വേറെ ആക്കി എടുക്കുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഡിസൈൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ പേഴ്സണലി എനിക്കിഷ്ടം 3 സ്ട്രാൻഡ്സ് മാക്സിമം 3 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന ഡിസൈൻസാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് ആ ഒരു ഡിസൈനിന് പ്രത്യേക ഭംഗിയായിരിക്കും. അത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എന്നല്ല ഏതൊരു സ്റ്റിച്ചും നമ്മൾ വളരെ കുറഞ്ഞ സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു ക്ലാസി ലുക്കായിരിക്കും അതിന് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ഇതും 3 സ്ട്രാൻഡ്സ് ആണ്, ഇതും 3 സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ ഇതിന്നൊന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ത്രെഡ് നമ്മുടെ നീഡിലിൽ കോർത്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം കുറച്ച് മാത്രം വലിക്കുക. അതിനുശേഷം ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു അറ്റത്ത് ഇത് രണ്ടും നമ്മൾ ഒരിക്കലും ഒപ്പം വയ്ക്കുന്നില്ല, ഒരേ രീതിയിൽ വലിച്ചെടുക്കുന്നില്ല. ഇത് ചെറിയ രീതിയിലും അതുപോലെ ഇത് കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ഈ ഒരു വലിയ ത്രെഡിൻ്റെ അറ്റത്ത് നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ നേരെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാജിക് ചെയിൻ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുക്കാം. ഓക്കെ, നമ്മൾ നീഡിൽ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് പോയിന്റിലാണോ നമ്മൾ നീഡിൽ പുറത്തെടുത്തത്, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മുടെ നീഡിൽ ഇതുപോലെ താഴത്തോട്ട് കൊണ്ടുപോയി അതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് ഇതുപോലെ പുറത്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു നീഡിൽ വരുന്ന ആ ഒരു ഭാഗത്തെ ത്രെഡല്ല, നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെ ത്രെഡ്, ഇത് നീഡിൽ വരുന്ന ഭാഗത്തെ ത്രെഡാണ്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ത്രെഡ് ഈ ഒരു നീഡിലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് എടുക്കുക. അതായത് ഈ ഒരു ത്രെഡ് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, ഈ ഒരു ത്രെഡ് നമ്മുടെ നീഡിലിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും വലിക്കുക, നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമുക്കൊരു ചെയിൻ പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു പുറത്തേക്ക് വലിച്ചെടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് പുറത്തു നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പുറത്തു നിന്ന് നീഡിൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു ത്രെഡ്, നീഡിലിൻ്റെ ഭാഗത്ത് വരുന്ന ത്രെഡല്ല, ഈ ഒരു ത്രെഡ് ഈ ഒരു നീഡിലിൻ്റെ താഴത്തൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ സെക്കൻഡ് ചെയിനും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ത്രെഡ് പുറത്തെടുത്ത ആ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് ഇറക്കി അതിൻ്റെ കുറച്ച് പുറത്തു നിന്ന് നീഡിൽ മുകളിലേക്ക് എടുത്തിട്ട് ഈ ഒരു നീഡിലിൻ്റെ ഉള്ളിലൂടെ താഴത്തൂടെ നമുക്ക് നമ്മുടെ ത്രെഡ് കൊണ്ടുവരാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ലൈന് നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം.
ഓക്കെ, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡറായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്ക് കുർത്തിയിലൊക്കെ ജസ്റ്റ് നെക്കിൻ്റെ അവിടെയൊക്കെ ബോർഡറൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ച് കൂടിയാണ് അല്ലേ ചെയിൻ സ്റ്റിച്ച്. നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമ്മളത് കുറച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ചും ചെയ്യുന്നത്. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന് നോട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നീഡിൽ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഓരോ ചെയിൻസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ പുറത്ത് ഉള്ളിൽ നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും അഴിഞ്ഞു പോരും. അപ്പം ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലായിട്ടല്ല, അതായത് നമ്മൾ ഈ ഒരു നീഡിൽ പുറത്തെടുത്ത ആ ഒരു പോയിന്റിലായിട്ടല്ല, നമ്മൾ ഈ ഒരു ചെയിനിൻ്റെ പുറത്തായിട്ട് നമ്മുടെ നീഡിൽ താഴത്തോട്ട് ഇറക്കുക. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ത്രെഡ് വലിക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നോട്ടിങ് ചെയ്യാം. തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുത്തിട്ട് ഈ ഒരു ലൂപ്പിലൂടെ ഒരു 2 പ്രാവശ്യം ഇതുപോലെ വലിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, നമുക്ക് ഓരോ ചെയിനായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പം ഏകദേശം നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിനോട് പോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 2 കളേഴ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ചെയിന് ഒരു കളർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയിന് നമ്മൾ മറ്റേ കളർ വെച്ചിട്ടാവും ചെയ്യുന്നത്. പിന്നെ അടുത്ത ചെയിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു കളർ വെച്ചിട്ട്, അങ്ങനെയാണ് നമ്മൾ മാജിക് ചെയിനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, 2 കളറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് ഒന്നെടുക്കുന്നത്. പിന്നെ ഒന്ന് ഈ ഒരു കളറാണ് കേട്ടോ, ഒരു പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ത്രെഡിനെ നമുക്ക് 3 strands ആക്കി മാറ്റണം. നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ ഒരു പിങ്ക് 3 strands ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു സെയിം strands തന്നെ ഈ ഒരു ത്രെഡും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 strands ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ 3 strands ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 2 ത്രെഡിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് വെക്കാം. ഓക്കെ, നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മുടെ നീഡിലൊന്ന് കോർത്തെടുക്കാം. കോർത്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ടൈം പോകാറുണ്ട്, പക്ഷേ എന്നെന്തോ പെട്ടെന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ത്രെഡിൻ്റെ അറ്റം നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 2 കളർ ത്രെഡും ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മുടെ മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് നമ്മുടെ നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും പുറത്തെടുക്കുക. ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്ത് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ തന്നെ നമുക്ക് നീഡിൽ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തു നിന്ന് മുകളിലേക്ക് ഇതുപോലെ വയ്ക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഒരു കളർ ചൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഈ ഒരു പിങ്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു കളറിനെ അതായത് ഞാനിപ്പോൾ ഇവിടെ പിങ്ക് ആണല്ലോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പിങ്ക് കളറിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു നീഡിലിൻ്റെ താഴത്തൂടെ ഇങ്ങനെ എടുക്കുക.
എന്നിട്ട് നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുക. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പതുക്കെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ ചെയ്തെടുക്കുക. അല്ലാണ്ട് നമ്മൾ നോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അഴിച്ചെടുക്കൽ അതിലും വലിയ ടാസ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചെയിൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ നീഡിൽ പുറത്തെടുത്ത ആ ഒരു പോയിന്റിലൂടെ നീഡിൽ താഴത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ നീഡിൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പിങ്ക് ആണല്ലോ ചെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മറ്റേ കളർ, അതായത് ഇവിടെ നമ്മളൊരു പീച്ച് പോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കളറിനെ നമുക്ക് ഈ ഒരു നീഡിലിൻ്റെ താഴത്തോട്ട് കൊണ്ടുവരാം. ഈ ഒരു കളറിനെ ഞാൻ ഈ ഒരു നീഡിലിൻ്റെ താഴത്തോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, നീഡിലിൻ്റെ താഴത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പതുക്കെ വലിച്ചു കൊടുക്കാം. ത്രെഡിനെ കംപ്ലീറ്റ് ആയിട്ടും പുറത്തെടുക്കണം. അപ്പോൾ പതുക്കെ വേണം നമ്മൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും നമ്മൾ നോട്ട് വീഴാതെ നോക്കണം. ഓക്കെ, നമ്മൾ പതുക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 സ്റ്റിച്ചസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ചെയിൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെയിൻ ചെയ്യാം. അതും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു നമ്മൾ നീഡിൽ പുറത്തെടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് കുറച്ച് അപ്പുറത്തു നിന്നായിട്ട് മുകളിലേക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കളറാണല്ലോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മറ്റേ കളർ, അതായത് പിങ്ക് കളറ് നമുക്കെടുക്കാം. ഓക്കെ, പിങ്ക് കളർ ചൂസ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ നീഡിലിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മളത് 3ാമത്തെ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റിച്ചസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കളറ് നമ്മുടെ നീഡിലിൻ്റെ താഴത്തോട്ടാക്കി എന്നിട്ടിത് പതുക്കെ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? 2 കളർ വെച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഓക്കെ, ഈ ഒരു ലൈൻ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ മാജിക് ചെയിൻ സ്റ്റിച്ചും ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ ഒരു മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ചെയ്യുമ്പം ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരും ഫസ്റ്റൊക്കെ ചെയ്യുമ്പം, പിന്നെ നമുക്കത് ഓക്കെ ആവും. ഓക്കെ,
നമുക്ക് ബോർഡറായിട്ടും ഒക്കെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബോർഡറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്കൊരു മൾട്ടി കളറിൽ, അതായത് ഒരു ഡബിൾ കളറിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലവറിലോ ഒക്കെ കൊടുക്കണം, അല്ല ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ നമ്മൾ നീഡിൽ താഴത്തോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ ത്രെഡ് കംപ്ലീറ്റ് വലിച്ച് താഴേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഈ വരുന്ന ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ലൂപ്പിലൂടെ നമ്മുടെ നീഡിൽ 2 പ്രാവശ്യം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോട്ടായിട്ട് കിട്ടും. ഓക്കെ നമ്മളിവിടെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ചെയിൻ സ്റ്റിച്ചിൻ്റെ കിട്ടുക കേട്ടോ. നമുക്കൊരു ബാക്ക് സ്റ്റിച്ചിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു മാജിക് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ കളറിലൊരു ബാക്ക് ചെയിൻ ചെയ്തതുപോലെയൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം ഫ്രണ്ട് പോർഷന് ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷന് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓരോ ചെയിൻ ആയിട്ടാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബോർഡേഴ്സായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ഔട്ട്ലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും മാജിക് ചെയിൻ സ്റ്റിച്ചും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോട്ടീഫ് വരച്ച് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെയിനിന് ഉള്ളിലൂടെ ആണല്ലോ നമ്മൾ നീഡിൽ പുറത്തെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു പോയിന്റിലൂടെ തന്നെയാണ് നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കി കുറച്ച് പുറത്തുനിന്നായിട്ട് പുറത്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് ഒരിക്കലും താഴത്തോട്ട് ഇറക്കിയിട്ട് അത് കംപ്ലീറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ടും അഴിഞ്ഞു പോരും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കെട്ട് വീഴുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മാജിക് ചെയിൻ സ്റ്റിച്ചിൽ അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ മോട്ടീഫ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി, മോട്ടീഫ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ചും അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിച്ചു അല്ലേ. മാജിക് ചെയിൻ സ്റ്റിച്ച് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് അല്ലേ. നമുക്ക് കാണാനും വിഷ്വലി കുറച്ചുകൂടി ഭംഗിയുള്ളത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചിനേക്കാൾ ഒന്നുകൂടി ഭംഗിയുള്ളത് മാജിക് ചെയിൻ സ്റ്റിച്ചാണ് അല്ലേ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മോട്ടീഫ് എടുത്തിട്ട് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടത് നമുക്ക് പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോട്ടീഫ് ചൂസ് ചെയ്ത് അതിൽ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ മാജിക് ചെയിൻ സ്റ്റിച്ചും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഡ്രസ്സസിലൊക്കെ ഔട്ട്ലൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോസ് ബെറ്റർ ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.